നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്, KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. ഫലസ്തീൻ നേതാവ് യാസർ അറഫാത്തിന്റെ മൃതദേഹം പുറത്തെടുക്കുന്നത് വിഷബാധയേറ്റാണ് അറഫാത്തിന്റെ മരണം എന്ന സംശയത്തെ തുടർന്ന്. കൂടംകുളം പ്രതിഷേധം. ജമാഅത്തെ ഇസ്ലാമി നേതാവ് ടി ആരിഫ് അലി അടക്കം 27 പേർ പോലീസ് കസ്റ്റഡിയിൽ. മലപ്പുറത്ത് നിന്ന് തട്ടിക്കൊണ്ടുപോയ വ്യാപാരിയുടെ മൃതദേഹം കണ്ടെത്തിയത് താമരശ്ശേരി ചുരത്തിലെ 9ാം വളവിൽ നിന്ന്. ബംഗ്ലാദേശ് തലസ്ഥാനമായ ധാക്കയ്ക്ക് സമീപം തുണി ഫാക്ടറിയിൽ വൻ തീപിടുത്തം, 120 മരണം. വാർത്തകൾ വിശദമായി. ഫലസ്തീൻ നേതാവ് യാസർ അറഫാത്തിന്റെ മൃതദേഹം ചൊവ്വാഴ്ച പുറത്തെടുക്കും. വിഷബാധയേറ്റാണ് അറഫാത്തിന്റെ മരണം എന്ന സംശയത്തെ തുടർന്നാണ് മൃതദേഹം പുറത്തെടുക്കുന്നത്. 2004 ഫ്രാൻസിലെ ആശുപത്രിയിലായിരുന്നു അറഫാത്തിന്റെ മരണം. രക്തത്തിലെ അണുബാധയെ തുടർന്നുണ്ടായ മസ്തിഷ്കാഘാതമാണ് മരണകാരണമെന്നാണ് ആശുപത്രി രേഖകളിൽ പറയുന്നത്. എന്നാൽ മരണത്തിനു മുമ്പ് അറഫാത്ത് ധരിച്ച വസ്ത്രങ്ങളിൽ റേഡിയോ ആക്റ്റീവ് മൂലകമായ പൊളോണിയം വർദ്ധിച്ച അളവിലുള്ളതായി കണ്ടെത്തിയത് വിവാദമായി. ഭർത്താവിന്റെ മരണകാരണം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് അറഫാത്തിന്റെ ഭാര്യ സൂഹ പാരീസിലെ കോടതിയിൽ ഹർജി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് മൃതദേഹം പുറത്തെടുക്കുന്നത്. ഫലസ്തീനി വിമോചന പ്രസ്ഥാനത്തിന്റെ തലവനായിരുന്ന അറഫാത്തിനെ ഇസ്രായേൽ ചാരന്മാർ വിഷം കൊടുത്തു കൊന്നതാണെന്നാണ് അറഫാത്തിന്റെ അനുയായികളുടെ വിശ്വാസം. ഫലസ്തീനിലെ റാമല്ലയിലുള്ള അറഫാത്തിന്റെ ഖബറിടം പൊളിച്ച് മൃതദേഹം പുറത്തെടുക്കാനുള്ള ശ്രമം ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞു. അറഫാത്തിന്റെ മൃതദേഹത്തിന്റെ ഭാഗങ്ങൾ വിദഗ്ധ പരിശോധനയ്ക്കായി സ്വിറ്റ്സർലാൻഡ്, റഷ്യ, ഫ്രാൻസ് എന്നിവിടങ്ങളിലേക്കാണ് അയക്കുന്നത്. പരിശോധനയ്ക്ക് ശേഷം മൃതദേഹം അന്നു തന്നെ ഖബറടക്കും. കൂടംകുളത്ത് ആണവവിരുദ്ധ പ്രതിഷേധം നടത്തി മടങ്ങിയവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. 2 സ്ത്രീകൾ ഉൾപ്പെടെ 27 പേരടങ്ങുന്ന ആണവവിരുദ്ധ പ്രവർത്തകരെയാണ് കസ്റ്റഡിയിലെടുത്തത്. ജമാഅത്തെ ഇസ്ലാമി നേതാവ് ടി ആരിഫ് അലിയും എഴുത്തുകാരി ജയദേവികയും ഉൾപ്പെടെയുള്ളവരാണ് സമരം കഴിഞ്ഞ് മടങ്ങും വഴി നാഗർകോവിലിൽ വെച്ച് തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിലായത്. ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ പെൺകുട്ടികളെ മണലിൽ കിടത്തിയായിരുന്നു കൂടംകുളത്ത് പ്രതിഷേധം സംഘടിപ്പിച്ചത്. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് PA നൌഷാദ്, സെക്രട്ടറി മുഹമ്മദ് വേലം, കേരള സോളിഡാരിറ്റി പ്രവർത്തകൻ N സുബ്രഹ്മണ്യൻ, വനിതാ പ്രവർത്തക മാഗ്ലീൻ പീറ്റർ എന്നിവരും സംഘത്തിലുണ്ട്. മലപ്പുറം തേഞ്ഞിപ്പലത്ത് നിന്ന് തട്ടിക്കൊണ്ടുപോയ വ്യാപാരിയുടെ മൃതദേഹം താമരശ്ശേരി ചുരത്തിൽ കണ്ടെത്തി. ചനക്കലങ്ങാടി നിരീട്ടിക്കൽ കുഞ്ഞുമുഹമ്മദാണ് കൊല്ലപ്പെട്ടത്. നോട്ടിരട്ടിപ്പുമായി ബന്ധപ്പെട്ട പണമിടപാടാണ് കൊലപാതകത്തിന് കാരണമായതെന്ന് പോലീസ് പറഞ്ഞു. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കുഞ്ഞുമുഹമ്മദിനെ കാണാതായത്. രാമനാട്ടുകര ബൈപ്പാസിൽ നിന്ന് കാറിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയെന്നായിരുന്നു പ്രാഥമിക വിവരം. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ തേഞ്ഞിപ്പലം സ്വദേശികളായ 5 യുവാക്കളെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ഇവരിൽ ഒരാൾ നൽകിയ മൊഴിപ്രകാരമാണ് കുഞ്ഞുമുഹമ്മദിനെ താമരശ്ശേരി ചുരത്തിൽ തള്ളിയതായി വിവരം കിട്ടുന്നത്. 1-ാം പ്രതി സഫീറുമായി തേഞ്ഞിപ്പാലം പോലീസ് താമരശ്ശേരി ചുരത്തിൽ നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. 7-ാം വളവിൽ റോഡിൽ നിന്ന് 20 മീറ്റർ താഴെയാണ് മൃതദേഹം കണ്ടെത്തിയത്. മരത്തിൽ കുടുങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം. 10 ലക്ഷം രൂപയോളം ഒരു നോട്ടിരട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ കൊടുക്കാനുണ്ട്. ആ പണം കിട്ടുന്നതിന് വേണ്ടിയിട്ട് പോലീസുമായി ബന്ധപ്പെടാതെ ഇവർ നേരിട്ട് തന്നെ ഒരു ഓപ്പറേഷൻ നടത്തി ഇയാളെ തട്ടിക്കൊണ്ടുപോയി പണം നേടുന്നതിന് വേണ്ടിയുള്ള പരിപാടി ചെയ്തായിരുന്നു. തേഞ്ഞിപ്പാലം സ്വദേശികളായ 5 പേർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്തു. നോട്ടിരട്ടിപ്പ് ഇടപാടിൽ 10 ലക്ഷം രൂപ പ്രതികളിൽ നിന്ന് കുഞ്ഞുമുഹമ്മദ് വാങ്ങിയിരുന്നു. ഈ പണം മടക്കി നൽകാത്തതിന്റെ പേരിൽ കുഞ്ഞുമുഹമ്മദുമായി പലവട്ടം തർക്കമുണ്ടായി. തട്ടിക്കൊണ്ടുപോയി പണം കൈക്കലാക്കാനുള്ള ശ്രമത്തിനിടെയാണ് കൊലപാതകം. ശബ്ദം പുറത്തു കേൾക്കാതിരിക്കാൻ മുഖം പൊത്തിപ്പിടിച്ചപ്പോൾ മരിച്ചുവെന്നാണ് പ്രതികളുടെ മൊഴി. കൊലപാതകത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോയെന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്.
ബംഗ്ലാദേശ് തലസ്ഥാനമായ ധാക്കയ്ക്ക് സമീപം തുണി ഫാക്ടറിയിലുണ്ടായ വൻ തീപിടുത്തത്തിൽ 120 പേർ മരിച്ചതായി റിപ്പോർട്ട്. ധാക്കയിൽ നിന്ന് 30 കിലോമീറ്റർ അകലെ അശൂലിയ ജില്ലയിലെ തസ്രീൻ ഫാഷൻ ഫാക്ടറിയിലാണ് ഇന്നലെ അർദ്ധരാത്രിയോടെ തീപിടുത്തമുണ്ടായത്. 9 നിലയുള്ള ഫാക്ടറിയുടെ താഴത്തെ നിലയിലാണ് ആദ്യം തീപിടിച്ചത്. പിന്നീട് ഇത് മറ്റു നിലകളിലേക്കും പടരുകയായിരുന്നു. തീ പടർന്നതോടെ തൊഴിലാളികൾ കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങി. ഇതാണ് മരണസംഖ്യ ഉയരാനിടയാക്കിയത്. പ്രാണരക്ഷാർത്ഥം നിരവധി പേർ മുകൾ നിലകളിൽ നിന്ന് താഴേക്ക് ചാടിയെന്നാണ് വിവരം. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ലെങ്കിലും ഷോർട്ട് സർക്യൂട്ടാണെന്നാണ് പ്രാഥമിക നിഗമനം. 7 പേർ മാത്രമാണ് അപകടത്തിൽ മരിച്ചതെന്നായിരുന്നു ആദ്യ വിവരം. എന്നാൽ ഇന്ന് രാവിലെ രക്ഷാപ്രവർത്തകർ ഫാക്ടറിക്കുള്ളിൽ കടന്നപ്പോഴാണ് ദുരന്തത്തിന്റെ വ്യാപ്തി മനസ്സിലായത്. ഇന്ന് ഫാക്ടറിക്കകത്ത് കടന്നപ്പോഴാണ് ഓരോ നിലയിലും നിരവധി പേർ മരിച്ചു കിടക്കുന്നത് കണ്ടതെന്ന് രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവർ വാർത്താ ഏജൻസിയോട് പറഞ്ഞു. മരണസംഖ്യ ഇനിയും ഉയരാനിടയുണ്ടെന്നും അപകടത്തിൽപ്പെട്ടവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണെന്നും അധികൃതർ അറിയിച്ചു. രക്ഷാപ്രവർത്തനങ്ങളിൽ സഹായിക്കാൻ സൈന്യത്തെയും അതിർത്തി സുരക്ഷാ സേനയെയും സ്ഥലത്ത് വിന്യസിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശിൽ മൊത്തം 4000-ഓളം തുണി ഫാക്ടറികളുണ്ട്. ഇവയിൽ മിക്കവയും മതിയായ സുരക്ഷാ ക്രമീകരണങ്ങളില്ലാതെയാണ് പ്രവർത്തിക്കുന്നത്. ഇവിടങ്ങളിൽ തീപിടുത്തവും സാധാരണമാവുകയാണ്. 2010 ഡിസംബറിൽ ഇതേ പ്രദേശത്ത് മറ്റൊരു ഫാക്ടറിയിലുണ്ടായ തീപിടുത്തത്തിൽ 25 പേർ മരിച്ചിരുന്നു. തമിഴ്നാട് വാൽപ്പാറയിൽ ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞ് 6 പേർ മരിച്ചു. 48 പേർക്ക് പരിക്കേറ്റു. 5 വയസ്സുകാരനും ഒരു സ്ത്രീയും 4 പുരുഷന്മാരുമാണ് മരിച്ചത്. മരിച്ചവരെല്ലാം തമിഴ്നാട്ടുകാരാണ്. യാത്രക്കാരിൽ മലയാളികളില്ലെന്നാണ് സൂചന. ഇന്നലെ രാത്രി 11 മണിയോടെയായിരുന്നു അപകടം. ആളിയാർ ഡാമിനു സമീപം 2ാം ഹെയർപിൻ വളവിൽ നിന്ന് 60 അടി താഴ്ചയിലേക്കാണ് ബസ് മറിഞ്ഞത്. വാൽപ്പാറയിൽ നിന്ന് പൊള്ളാച്ചിയിലേക്ക് പോവുകയായിരുന്നു ബസ്. പരിക്കേറ്റവരെ പൊള്ളാച്ചിയിലെ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിറ്റടിച്ച മരുന്നുകൾക്ക് ഗുണനിലവാരമില്ലെന്ന് കണ്ടെത്തി. ഡ്രഗ്സ് കൺട്രോൾ ലാബ് ഗുണനിലവാരമില്ലെന്ന് കണ്ടെത്തിയ മരുന്നുകൾ ഭൂരിഭാഗവും വിറ്റടിച്ചവ. രോഗികൾ ഇതിനോടകം ഉപയോഗിച്ചു കഴിഞ്ഞ പല മരുന്നുകളും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാവുന്നതാണ്. ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന്റെ പരിശോധനാ സംവിധാനങ്ങളിലെ അപര്യാപ്തതകളാണ് പരിശോധനാ ഫലം വൈകാൻ കാരണം. ഇന്ന് ഇറങ്ങി ഏതാണ്ട് ഒരു 6 മാസം കഴിയുമ്പോഴാണ് എൻഫോഴ്സ്മെന്റ് അതോറിറ്റി ഇതിന്റെ സാമ്പിൾ കളക്ട് ചെയ്യാൻ വരുന്നത്. അപ്പൊ ഈ മരുന്നിന്റെ ടെസ്റ്റ് വരുമ്പോഴേക്ക് പിന്നീട് ഒരു 6-7 മാസം എടുത്ത് റിസൾട്ട് വന്ന് അത് പബ്ലിഷ് ചെയ്യുമ്പോഴേക്കും ഓൾറെഡി മരുന്നിലെല്ലാം വിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. ഉണ്ടാവില്ല. കഴിഞ്ഞ വർഷം ആദ്യം വിപണികളിലെത്തിയ മരുന്നുകൾ പരിശോധനയ്ക്കെടുത്തതുതന്നെ 6 മാസം കഴിഞ്ഞാണ്. പരിശോധനാ ഫലം വന്നപ്പോഴേക്കും 1.5 വർഷം കഴിഞ്ഞു. ചില ബാച്ചിൽ വിപണിയിലെത്തിയ മരുന്നുകൾക്ക് മാത്രമാണ് നിരോധനം. മറ്റ് ബാച്ചുകൾക്ക് കുഴപ്പമുണ്ടോയെന്ന് ഇതുവരെ പരിശോധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ രോഗികൾക്കും ആശയക്കുഴപ്പം. ഏതായാലും വയറ്റിലായ മരുന്നുകളെ ഓർത്ത് ആശങ്കപ്പെടാനേ രോഗികൾക്ക് കഴിയുകയുള്ളൂ. ഇ ശ്രീധരനെ കൊച്ചി മെട്രോ റെയിൽ കോർപ്പറേഷന്റെ MD-യാക്കണമെന്ന് കേന്ദ്രമന്ത്രി കമൽനാഥ് ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് മന്ത്രി ആര്യാടൻ മുഹമ്മദ്. സംസ്ഥാന സർക്കാരുമായി നടന്ന ചർച്ചകളിലൊന്നും ഈ ആവശ്യം കേന്ദ്രമന്ത്രി ഉന്നയിച്ചിട്ടില്ല. ഇ ശ്രീധരന് ഏത് സ്ഥാനവും നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറാണ്. ഏത് സ്ഥാനം ഏറ്റെടുക്കുമെന്ന് അദ്ദേഹം അറിയിച്ചാൽ മാത്രം മതിയെന്നും അദ്ദേഹം പറഞ്ഞു. ഡൽഹിയിൽ നിന്നും മടങ്ങിയെത്തിയ മന്ത്രി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. KPCC പുനഃസംഘടന സംബന്ധിച്ച സാധ്യതാ പട്ടികയ്ക്കെതിരെ കെ മുരളീധരൻ MLA രംഗത്ത്. വീതം വെപ്പിന് ശേഷം ബാക്കി വരുന്നത് എറിഞ്ഞുകൊടുക്കുന്ന ഏർപ്പാടാണ് ഇപ്പോഴുള്ളതെന്നും ഇത് പാർട്ടിക്ക് ഗുണം ചെയ്യില്ലെന്നും മുരളീധരൻ പറഞ്ഞു. താൻ KPCC പ്രസിഡന്റായിരുന്ന കാലത്ത് എല്ലാവരെയും വിളിച്ചുവരുത്തി കമ്മിറ്റിയുണ്ടാക്കി കൂടിയാലോചിച്ചാണ് തീരുമാനിച്ചിരുന്നത്. ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല നടക്കുന്നത്. മുമ്പ് നാറാണത്തു ഭ്രാന്തൻ വരം ചോദിച്ചതുപോലെ ഇടത്തെ കാലിലെ മന്ത് വലത്തെ കാലിലേക്ക് മാറ്റുന്നതുപോലെയാണ് പുനഃസംഘടനയെന്നും മുരളി പരിഹസിച്ചു. പുനഃസംഘടന ഇങ്ങനെയാണെങ്കിൽ കാര്യമായ മാറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്നും കരുണാകരനൊപ്പം നിന്നവരെ പുനഃസംഘടനയിൽ പരിഗണിക്കാത്തത് ക്രൂരമായിപ്പോയെന്നും അദ്ദേഹം പറഞ്ഞു. ഗൾഫ് വാർത്തകൾ. ഗൾഫ് മേഖലയുടെ നഗരവികസന ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിക്കാൻ ദുബൈ തയ്യാറെടുക്കുന്നു. ദുബൈക്കുള്ളിൽ അത്യാധുനിക സൗകര്യമുള്ള നഗരസമുച്ചയം നിർമ്മിക്കുമെന്ന് UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബൈ ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്തൂം പ്രഖ്യാപിച്ചു. മുഹമ്മദ് ബിൻ റാഷിദ് സിറ്റി എന്ന് പേരിട്ടിരിക്കുന്ന പദ്ധതിയിൽ അതിവിശാലമായ ഫാമിലി പാർക്ക്, ലോകത്തിലെ ഏറ്റവും വലിയ മാൾ, 100 ഹോട്ടലുകൾ തുടങ്ങിയവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫാമിലി ടൂറിസത്തിനും ഷോപ്പിംഗിനും പ്രാമുഖ്യം നൽകിയുള്ള പദ്ധതിയിൽ കുടുംബങ്ങൾക്ക് വേണ്ടി മിഡിൽ ഈസ്റ്റിന്റെയും ആഫ്രിക്കൻ ഇന്ത്യൻ ഉപഭൂഖണ്ഡങ്ങളിലെയും ഗൾഫ് മേഖലയിലെയും ഏറ്റവും മികച്ച വിശ്രമ വിനോദ സംവിധാനങ്ങൾ ഒരുക്കും.
മധ്യ പൗരസ്ത്യ ഉത്തരാഫ്രിക്കൻ മേഖലയിലെ ഏറ്റവും വലിയ ആർട്ട് ഗ്യാലറി പ്രദേശവും മുഹമ്മദ് ബിൻ റാഷിദ് സിറ്റിയിലുണ്ടാകും. എമിറേറ്റ്സ് റോഡിനും അൽ ഷെയ്ഖ് റോഡിനും ഷെയ്ഖ് സായിദ് റോഡിനും ഇടയിലാണ് നഗര സമുച്ചയം വരുന്നത്. മുഹമ്മദ് ബിൻ റാഷിദ് ഗാർഡൻസ് പദ്ധതിയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ദുബൈയുടെ ടൂറിസം മേഖല വർഷം തോറും 13% വർദ്ധിക്കുന്നതായാണ് റിപ്പോർട്ട്. ഹോട്ടൽ വരുമാനം 22% വർദ്ധിച്ച് 16 ബില്യൺ ദിർഹം എത്തി നിൽക്കുകയാണ്. 2011 ഹോട്ടൽ ഉൾക്കൊള്ളൽ നിരക്ക് 82% ആഗോളതലത്തിൽ തന്നെ ഏറ്റവും വലിയ നിരക്കാണിത്. റീറ്റെയിൽ സെയിൽസ് മേഖലയിൽ 2011 25% വർധനയാണ് ഈ വർഷം ഉണ്ടായിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ അടിസ്ഥാന സൗകര്യങ്ങളും വിനോദ സംവിധാനങ്ങളും വികസിപ്പിക്കണമെന്ന കാഴ്ചപ്പാടിൽ നിന്നാണ് പുതിയ സിറ്റി സമുച്ചയം എന്ന ആശയം ഉദിച്ചത്. ഗൾഫിലെ ഓരോ പ്രദേശത്തെയും മലയാളി സംഘടനകൾ അടിസ്ഥാന സൗകര്യവും സൗജന്യ സേവനവും നൽകാൻ സന്നദ്ധമായാൽ നോർക്ക തയ്യാറാണെന്ന് സംസ്ഥാന പ്രവാസികാര്യമന്ത്രി KC ജോസഫ് പറഞ്ഞു. സലാല അൽബിലാദ് ഹാളിൽ നോർക്ക വിളിച്ചു ചേർത്ത വിവിധ സംഘടനാ ഭാരവാഹികളുടെയും മാധ്യമപ്രവർത്തകരുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രവാസി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ PMA സലാം, OICC ഒമാൻ പ്രസിഡന്റ് സിദ്ദീഖ് ഹസൻ, പ്രവാസി കൌൺസിൽ കേരള ചെയർമാൻ PA ഹംസ എന്നിവർ സംബന്ധിച്ചു. സമ്പന്നതയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ പട്ടികയിൽ ഇസ്ലാമിക രാജ്യങ്ങളിൽ കുവൈത്ത് 2ാം സ്ഥാനത്ത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു രാജ്യാന്തര സമിതി പുറത്തിറക്കിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം സൂചിപ്പിച്ചത്. ധനിക ഇസ്ലാമിക രാജ്യങ്ങളിൽ GCCയിലെ ഖത്തറാണ് 1ാം സ്ഥാനത്തുള്ളത്. ശരാശരി ഒരു കുവൈത്തി പൗരന്റെ വാർഷിക വരുമാനം $54,654 റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഇക്കാര്യത്തിൽ 1ാം സ്ഥാനം നിലനിർത്തിയിരിക്കുന്ന ഖത്തർ പൗരന്റെ ശരാശരി വാർഷിക വരുമാനം $89,919. പൗരന്മാരുടെ ശരാശരി വാർഷിക വരുമാനം $50,506 ബ്രൂണൈയാണ് ധനിക ഇസ്ലാമിക രാജ്യങ്ങളിൽ 3ാമത്തേത്. UAE ആണ് ഈ വിഷയത്തിൽ പട്ടികയിൽ 4ാം സ്ഥാനം പിടിച്ചിരിക്കുന്നത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. സുരതകളിലെ ദുരപേരിയുയരുമ്പോൾ ആകുലങ്ങളിലെ ഇരാലിനുണയുമ്പോൾ ചിരിതൂകിടാൻ മിഴിപൂട്ടിടാൻ കഴിയുന്നുവോ പുലരെ? ഹൃദയങ്ങളിൽ ഉഷസിന്റെ യുമ്മ പടർത്തു സോദരേ, മനസ്സുള്ളിൽ മാനവികത പൂത്തുലയട്ടെ, അകമിൽ സഹജീവി സ്നേഹസുമങ്ങൾ വിടരട്ടെ. ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് ജാഗരണത്തിന് കാതോർത്ത വിശ്വാസികൾക്ക് അറിവും ആർജവവും നൽകാൻ 20ാം നൂറ്റാണ്ട് കനിഞ്ഞു നൽകിയ ഊഷ്മളമായ ഒരു ഉയരത്തിന്റെ പേരാണ് ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ്. അജ്ഞതയുടെയും അരാഷ്ട്രീയതയുടെയും ആലകളിൽ സ്വസമൂഹം നിസ്സഹായരായിരിക്കുമ്പോൾ അവരെ കൈപിടിച്ച് അറിവിൻ വഴിയിൽ ചലിപ്പിച്ച് പ്രതീക്ഷകളുടെ പുതിയ ആകാശങ്ങളിലേക്ക് പറന്നുയരാൻ പ്രാപ്തരാക്കിയ നായകൻ. നാഥ, ഉസ്താദിനു നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണമേ. കനവിന്റെ കപട കണവും വരണ്ടോ, ആസുരതകളിലെ ദുരപേരിയുയരുമ്പോൾ ആകുലങ്ങളിലെ ഇരാതിനുണയുമ്പോൾ ചിരിതൂകിടാൻ മിഴിപൂട്ടിടാൻ കഴിയുന്നുവോ പുലരെ? ഹൃദയങ്ങളിൽ ഉഷസിന്റെ ഉന്മ പടർത്തു സോദരേ. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. തൗഹീദ് അചഞ്ചലമാണ് എന്ന ശീർഷകത്തിൽ ബഹ്റൈൻ കേരള സുന്നി ജമാഅത്തിന്റെ നേതൃത്വത്തിൽ പ്രാസ്ഥാനിക സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നു. ഇന്ന് രാത്രി 8:30 മനാമ സുന്നി സെന്ററിലും നാളെ രാത്രി 8:30 പാകിസ്ഥാൻ ക്ലബിലുമാണ് പ്രാസ്ഥാനിക സംഗമങ്ങൾ നടക്കുന്നത്. മുഖ്യാതിഥി കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി പ്രഭാഷണം നടത്തും. തത്സമയം KMIC സംപ്രേഷണം ചെയ്യും. മഅദിൻ അക്കാദമി മലപ്പുറം സ്വലാത്ത് നഗറിൽ മുഹറം ആത്മീയ സംഗമം സംഘടിപ്പിച്ചു. സ്ത്രീകൾക്ക് വേണ്ടി രാവിലെ 8 മുതൽ 11 വരെ പ്രത്യേക മുഹറം പരിപാടികളും പ്രാർത്ഥനാ സദസ്സും നടത്തി. ഫലസ്തീനികളുടെ ഐശ്വര്യത്തിനും രക്ഷയ്ക്കും വേണ്ടിയുള്ള പ്രാർത്ഥന, പാപമോചനത്തിനായുള്ള തേട്ടം, മരണപ്പെട്ടവർക്കുള്ള പ്രത്യേക പ്രാർത്ഥന, സമൂഹ നോമ്പുതുറ എന്നിവയായിരുന്നു മറ്റു പരിപാടികൾ. സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി പരിപാടികൾക്ക് നേതൃത്വം നൽകി. സുലൈമാൻ മുസ്ലിയാർ, കരുവമ്പലം ഉണ്ണിക്കോയത്തങ്ങൾ, സയ്യിദ് ഷറഫുദ്ദീൻ ജമലുലൈലി, സയ്യിദ് ശിഹാബുദ്ദീൻ അൽ ബുഖാരി കടലുണ്ടി, സയ്യിദ് ഹബീബ് തുറാബ് തങ്ങൾ തലപ്പാറ,
ദേവർശോല അബ്ദുസ്സലാം മുസ്ലിയാർ തുടങ്ങിയ പ്രമുഖ സയ്യിദരും പണ്ഡിതരും സംബന്ധിച്ചു. ജൂത സൈന്യം നിഷ്കരണം കൊല നടത്തുന്ന ഫലസ്തീനിയൻ കുരുന്നുകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രാർത്ഥനാ സദസ്സ് സംഘടിപ്പിച്ചു. ജിദ്ദ മർഹബ വീക്കെൻഡ് മദ്രസ വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച പ്രാർത്ഥനാ സദസ്സിന് മുസ്തഫ സാദി ക്ലാരി നേതൃത്വം നൽകി. പാലങ്കോട് മുഹമ്മദ് സഖാഫി പ്രഭാഷണം നടത്തി. മദ്രസ ലീഡർ ഹംസ അബ്ദുള്ള സ്വാഗതം പറഞ്ഞു. UAE ദേശീയ ദിനാഘോഷ പരിപാടികൾ നവംബർ 30 അബുദാബി നാഷണൽ തിയേറ്ററിൽ നടക്കും. UAE ഭരണകർത്താക്കൾ, ഇന്ത്യൻ മന്ത്രിമാർ, നയതന്ത്ര പ്രതിനിധികൾ, പ്രമുഖ വ്യക്തിത്വങ്ങൾ സംബന്ധിക്കും. അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ സെക്രട്ടറി ജനറൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മുഖ്യ പ്രഭാഷണം നടത്തും. പത്മശ്രീ MA യൂസുഫ് അലി ദേശീയദിന സന്ദേശം നൽകും. തത്സമയം KMIC സംപ്രേഷണം ചെയ്യും. മുഅല്ലിമീങ്ങളിലെ സർഗവാസനകൾ പരിപോഷിപ്പിക്കാനും പ്രതിഭകളെ കണ്ടെത്തി സമൂഹ പുരോഗതിക്കായി വളർത്താനും ലക്ഷ്യമിട്ട് സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ സംഘടിപ്പിക്കുന്ന മുഅല്ലിം മഹർജാൻ നരിക്കുനി റേഞ്ചിൽ ഈ മാസം 27 ആരംഭിക്കും. പാലത്ത് ദാറുൽ ഹുദ മദ്രസയിൽ രാവിലെ 8 മണിക്ക് SYS ജില്ലാ ഉപാധ്യക്ഷൻ K ആലിക്കുട്ടി ഫൈസി മടവൂർ ഉദ്ഘാടനം ചെയ്യും. SSF നാദാപുരം തൂണേരി സെക്ടർ പ്രതിനിധി സമ്മേളനം ഇന്ന് വൈകിട്ട് 4 മണിക്ക് ആരംഭിച്ചു. തൂണേരി ദാറുൽ ഹുദ മദ്രസയിൽ ജില്ലാ പ്രസിഡന്റ് CK റാഷിദ് ബുഖാരി, യൂസുഫ് സഖാഫി, വിലാദപുരം ലത്തീഫ് പേരോട് തുടങ്ങിയവർ സംബന്ധിച്ചു. SSF ബേപ്പൂർ സെക്ടർ പ്രതിനിധി സമ്മേളനം ഇന്ന് മാത്തോട്ടത്ത് നടക്കും. വൈകിട്ട് 4 മണിക്ക് നടന്ന ഖബർ സിയാറത്തിന് സയ്യിദ് ഇസ്മായിൽ ബുഖാരി അൽ ഹുമൈദി നേതൃത്വം നൽകി. തുടർന്ന് ബിച്ചു മാത്തോട്ടം പതാക ഉയർത്തി. നെഞ്ചുറപ്പുണ്ടോ നേരിന്റെ പക്ഷത്ത് നിൽക്കാൻ എന്ന പ്രമേയത്തിൽ ഡിസംബർ 8 ഓമശ്ശേരിയിൽ നടക്കുന്ന SSF ഓമശ്ശേരി ഡിവിഷൻ റാലിയും ആദർശ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള സ്വാഗത സംഘ രൂപവൽക്കരണ യോഗവും ഇന്ന് മഗ്രിബ് നിസ്കാരാനന്തരം ഓമശ്ശേരി സുനനുൽ ഹുദ മദ്രസയിൽ നടക്കും. SYS SSF നേതാക്കൾ സംബന്ധിക്കും. കുറ്റിക്കാട്ടൂർ IMICയുടെ കീഴിൽ ആരംഭിക്കുന്ന ജൂനിയർ ദഅവ കോളേജിന്റെ ഉദ്ഘാടനം ഷാഫി സഖാഫി മുണ്ടമ്പ്ര നിർവഹിച്ചു. ളുഹർ നിസ്കാരാനന്തരം നടന്ന മുഹറം ആത്മീയ സംഗമത്തിന് M അബ്ദുൽ ലത്തീഫ് മുസ്ലിയാർ കുറ്റിക്കാട്ടൂർ നേതൃത്വം നൽകി. ഷാഫി സഖാഫി മുണ്ടമ്പ്ര പ്രഭാഷണം നടത്തി. സമൂഹ നോമ്പുതുറയും നടന്നു. സയ്യിദ് ഹിഫ്ലുർ റഹ്മാൻ അൽ ബുഖാരി, PK സലാഹുദ്ദീൻ മുസ്ലിയാർ തുടങ്ങിയവർ സംബന്ധിച്ചു. SYSന്റെ ആഭിമുഖ്യത്തിൽ ഡിസംബർ 25 മുണ്ടിക്കൽ താഴത്ത് നടക്കുന്ന നൌഷാദ് ഹസനിയുടെ പ്രഭാഷണ പരിപാടിയുടെ സ്വാഗത സംഘം രൂപവൽക്കരണ യോഗം ഇന്ന് വൈകിട്ട് 7:30 മായനാട് ബിദായത്തുൽ ഹിദായ മദ്രസയിൽ നടക്കും. ചടങ്ങിൽ അബൂബക്കർ ഹസനി, അബ്ദുൽ കരീം സഖാഫി തുടങ്ങിയവർ സംബന്ധിക്കും. SSF SYS മുതുകുറ്റി യൂണിറ്റ് മജ്ലിസ് തർബിയ സംഘടിപ്പിക്കുന്നു. ഇന്ന് വൈകിട്ട് 7 മണിക്ക് മർഹൂം മമ്മൂട്ടി ഹാജി നഗരിയിൽ അബ്ദുൽ വഹാബ് നഈമി കൊല്ലം പ്രഭാഷണം നടത്തും. മുഹിമ്മാത്ത് 20ാം വാർഷികത്തോടനുബന്ധിച്ച് മുഹിമ്മാത്ത് ഓൺലൈനും മുഹിമ്മാത്ത് ഖുർആൻ റിസർച്ച് സെന്ററും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓൺലൈൻ ഖുർആൻ വിജ്ഞാന പരീക്ഷയുടെ ഉദ്ഘാടനം സമസ്ത കേന്ദ്ര മുഷാവറ അംഗവും ഷിറിയ ലത്തീഫിയ പ്രസിഡന്റുമായ M ആലിക്കുഞ്ഞി മുസ്ലിയാർ ഷിറിയ ഉദ്ഘാടനം ചെയ്തു. ഇന്നു മുതൽ ഡിസംബർ 5 വരെയാണ് 1ാം ഘട്ട പരീക്ഷ നടക്കുന്നത്. കേരള, കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നും UAE, ഖത്തർ, ഒമാൻ, ബഹ്റൈൻ, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും പരീക്ഷാർത്ഥികളുണ്ട്. muhimmat.com-ൽ രജിസ്റ്റർ ചെയ്തവർക്ക് പരീക്ഷയിൽ പങ്കാളികളാവാം. വിശുദ്ധ ഖുർആനിന്റെ കാലിക പ്രസക്തിയും ഖുർആൻ മുന്നോട്ട് വെക്കുന്ന സന്ദേശങ്ങളും ഓൺലൈൻ വഴി പൊതുജനങ്ങളിൽ എത്തിക്കുന്നതിനാണ് മുഹിമ്മാത്ത് വിജ്ഞാന പരീക്ഷയൊരുക്കുന്നത്. 2ാം ഘട്ട മത്സരം ഡിസംബർ 11 മുതൽ 20 വരെയാണ്. 1ഉം 2ഉം ഘട്ട മത്സരങ്ങളിൽ കൂടുതൽ മാർക്ക് നേടുന്നവർക്ക് സർട്ടിഫിക്കറ്റും സമ്മാനങ്ങളും നൽകും. മുഹിമ്മാത്ത് ജനറൽ സെക്രട്ടറി VS അബ്ദുള്ള കുഞ്ഞി ഫൈസി അധ്യക്ഷത വഹിച്ചു. അബ്ദുൽ ഖാദർ സഖാഫി മൊഗ്രാൽ, സയ്യിദ് മുനീറുൽ അഹദൽ തങ്ങൾ, അനസ് സിദ്ദീഖി, കാമിൽ സഖാഫി തുടങ്ങിയവർ സംബന്ധിച്ചു. നരിക്കോട് മുഹമ്മദ് മുസ്ലിയാരുടെ സ്മരണിക പുറത്തിറക്കാൻ ജലാലിയ കമ്മിറ്റി തീരുമാനിച്ചു. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ലേഖനങ്ങളും അനുഭവങ്ങളും എഡിറ്റർ നരിക്കോട് ഉസ്താദ് സ്മരണിക മർക്കസുൽ ജലാലിയ നരിക്കോട് തളിപ്പറമ്പ് എന്ന വിലാസത്തിൽ ഡിസംബർ 25-നകം അയക്കണമെന്ന് സ്മരണിക സമിതി അറിയിച്ചു. KMIC വാർത്തകൾ. KMICയിൽ അല്പസമയത്തിനകം തിരൂരങ്ങാടിയിൽ നിന്നും തൗഹീദ് അജഞ്ചലമാണ് എന്ന ശീർഷകത്തിൽ SYS നടത്തുന്ന ക്യാമ്പയിന്റെ ഭാഗമായി അബ്ദുൽ വഹാബ് സഖാഫി മമ്പാട് പ്രഭാഷണം നടത്തുന്നു. തത്സമയം KMIC സംപ്രേഷണം ചെയ്യുമെന്ന് അഡ്മിൻ മുജീബ് CMR അറിയിച്ചു. തുടർന്ന് സൗദി സമയം 9 മണിക്ക്
കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി ബഹ്റൈൻ മനാമ സുന്നി സെന്ററിൽ നിന്നും കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ സംസാരിക്കുന്നു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഫലസ്തീൻ നേതാവ് യാസർ അറഫാത്തിന്റെ മൃതദേഹം പുറത്തെടുക്കുന്നത് വിഷബാധയേറ്റാണ് അറഫാത്തിന്റെ മരണം എന്ന സംശയത്തെ തുടർന്ന്. കൂടംകുളം പ്രതിഷേധം ജമാഅത്തെ ഇസ്ലാമി നേതാവ് ടി ആരിഫ് അലി അടക്കം 27 പേർ പോലീസ് കസ്റ്റഡിയിൽ. ബംഗ്ലാദേശ് തലസ്ഥാനമായ ധാക്കയ്ക്ക് സമീപം തുണി ഫാക്ടറിയിൽ വൻ തീപിടുത്തം, 120 മരണം. മലപ്പുറത്ത് നിന്ന് തട്ടിക്കൊണ്ടുപോയ വ്യാപാരിയുടെ മൃതദേഹം കണ്ടെത്തിയത് താമരശ്ശേരി ചുരത്തിലെ 9ാം വളവിൽ നിന്ന്. ഇതോടെ KMAC ന്യൂസ് ടൈം സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 6:30 കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്ന വാർത്തകളും KMAC ന്യൂസ് ടൈമിന് അയക്കുക. അയക്കേണ്ട വിലാസം kmacnewstime@gmail.com. ഏറ്റവും പുതിയ വാർത്തകൾ ലഭിക്കാൻ സന്ദർശിക്കുക www.sunnyonlinenews.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.